അങ്ങനെ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷനിലാട്ടോ. ഇപ്രാവശ്യം ഞാനല്ല ഉണ്ടാക്കുന്നത്, എൻ്റെ മമ്മി വന്നിട്ടുണ്ട്. അപ്പോൾ മമ്മിയാണ് പ്രിപ്പറേഷൻസ് എല്ലാം. ഞാനിവിടെ ചെറുതായിട്ട് തേങ്ങ തിരുമ്മി കൊടുക്കൽ, അല്ലെങ്കിൽ ആപ്പിൾ കട്ടിങ്, അങ്ങനത്തെയൊക്കെ ചെറിയ ചെറിയ പരിപാടികൾ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. പിന്നെ വീഡിയോ എടുക്കലും, അല്ലാതെ പരിപാടികളെല്ലാം മമ്മി തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ ചെറുതായിട്ട് ഡയറ്റിംഗ് ഒക്കെ തുടങ്ങിയാലോ എന്നുള്ള ആലോചനയിലാണ്. പക്ഷേ എന്ത് ചെയ്യാനാ, മമ്മി ഇങ്ങനെ ഇത്രയും കറികളൊക്കെ ഉണ്ടാക്കി വെക്കുമ്പോഴത്തേക്കും, നല്ല കോമ്പിനേഷനിലുള്ള കറികളൊക്കെ ഉണ്ടാക്കി വെക്കുമ്പോഴത്തേക്കിനും അതങ്ങോട്ട് തുടങ്ങാൻ പറ്റുന്നില്ല. എനിക്ക് കല്യാണം കഴിഞ്ഞ സമയത്ത് അത്ര വണ്ണമില്ലായിരുന്നു. പ്രഗ്നൻ്റ് ആയപ്പോഴത്തേക്കിനും നല്ല രീതിയിൽ വണ്ണം വെച്ചു. പക്ഷേ ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേക്കിനും ആ വണ്ണമൊക്കെ കുറയുകയും ചെയ്തു. സത്യം പറഞ്ഞാൽ എന്നെ കാണുമ്പോൾ എല്ലാവരും ചോദിക്കുമായിരുന്നു, എന്തോ കുഴപ്പമുണ്ട്, ഒന്ന് ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്തോ, എന്തോ അസുഖമുണ്ടെന്നൊക്കെ പറയായിരുന്നു. കാരണം ആ രീതിയിൽ ഞാൻ വണ്ണം കുറഞ്ഞിട്ടുണ്ടായിരുന്നു. 2019 കേട്ടോ എൻ്റെ ഡെലിവറി. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് വണ്ണം കുറഞ്ഞെന്ന് തോന്നുന്നു. പിന്നെ ഒരു റിച്ചുവിനൊരു 2-3 വയസ്സായി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വണ്ണം വീണ്ടും വയ്ക്കാൻ തുടങ്ങിയത്. ഞാൻ പക്ഷേ അത്ര മൈൻഡ് ആക്കിയില്ല. ഞാൻ മൈൻഡ് ആക്കിയില്ലെങ്കിലും എൻ്റെ ചുറ്റുമുള്ളവരിത് ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ എന്നോട് പറയാൻ തുടങ്ങി, ഇനിയും വണ്ണം വയ്ക്കാതെ ശ്രദ്ധിക്കണം. അതിനു വേണ്ടി നമ്മൾ ഫുഡൊന്നും കഴിക്കത്തില്ല. രാവിലെ 2 ദോശ, രാത്രി 2 ചപ്പാത്തി, ഉച്ചയ്ക്ക് കുറച്ച് ചോറ്, ഇതൊക്കെയാണ്. പിന്നെ ഫുഡ് ഉണ്ടാക്കാൻ മടിയുള്ള ദിവസം പുറത്ത് പോയി ഫുഡ് കഴിക്കും. ഇതാണ് മെയിൻലി. പുറത്തുനിന്ന് പിന്നെ കുറേ ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും ഇപ്പോൾ വണ്ണം വെച്ചിട്ട് ഇപ്പോൾ ഇനി വണ്ണം കുറയ്ക്കണം എന്നുള്ളൊരു ചിന്തയിൽ വന്നേക്കുവാണ്. എനിക്ക് തൈറോയിഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെയും കൂടെ ആയിരിക്കും വണ്ണം വെക്കുന്നത്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് പുറത്തുനിന്നുള്ള ഫുഡും കുറച്ചു, പിന്നെ ഷുഗറും കുറച്ചു. ഷുഗർ കട്ട് ചെയ്തു, ചായ ഇപ്പോൾ കുടിക്കാറില്ല. അങ്ങനെ പതുക്കെ പതുക്കെ കുറയ്ക്കാമെന്നാണ് ഇപ്പോഴത്തെ പ്ലാൻ.